കേരളത്തിലെ ഇലക്ഷൻസ് ഇപ്പോൾ നടന്നതും ഇനി വരുന്നതുമായ ഇലക്ഷൻസിൻ്റെ കാൻഡിഡേറ്റ്സ്, അവരുടെ മണ്ഡലങ്ങൾ, പാർട്ടി, ആരാണ് ജയിക്കുന്നത്, എത്ര വോട്ടിനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിനും റീട്രൈവ് ചെയ്യുന്നതിനുമായിട്ട് ഉള്ള ഒരു ഈസി ആപ്പാണിത്. ഡെസ്ക്ടോപ്പ് ആപ്പാണ്. അഞ്ച് ടാബ്സ് ഇതിൻ്റെ അകത്തുണ്ട്. ഒന്ന്, ഇപ്പോഴത്തെ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ്. അത് കോൺസ്റ്റിറ്റ്യുവൻസീസ്, കാൻഡിഡേറ്റ്സിൻ്റെ പേര്, പാർട്ടി, അവരുടെ അലയൻസ്, ആര് വിൻ ചെയ്യുന്നെങ്കിൽ അത് സെലക്ട് ചെയ്യാം, പിന്നെ കിട്ടിയ വോട്ട് അത് എൻട്രി ചെയ്യാൻ പറ്റും. ഓരോ ഇലക്ഷൻ്റെയും വോട്ട് ഡേറ്റ്, കൗണ്ട് ഡേറ്റ്, ഏത് അലയൻസാണ് വിൻ ചെയ്യുന്നത്, എത്ര സീറ്റ്സ് കിട്ടി, ഈ വിവരങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അത് ഈസി ആയിട്ട് റീട്രൈവ് ചെയ്യാൻ, ഫിൽട്ടർ ചെയ്തെടുക്കാം. കോൺസ്റ്റിറ്റ്യുവൻസി വൈസ്, കാൻഡിഡേറ്റ് വൈസ്, പാർട്ടി വൈസ്, അലയൻസ് വൈസ് അത് സെർച്ച് ചെയ്യാം, ഫിൽട്ടർ ചെയ്യാം. കിട്ടിയ വോട്ടുകൾ, ഓരോരുത്തർക്കും കിട്ടുന്ന വോട്ടുകൾ ഇവിടെ എൻട്രി ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. കാൻഡിഡേറ്റ് വൈസ് സെലക്ഷൻ. വിൻ ചെയ്തെങ്കിൽ വിൻ ചെയ്ത ഓരോരുത്തരുടേതും സെലക്ട് ചെയ്ത് ആ വോട്ട് എത്രയാണോ അത് രേഖപ്പെടുത്താൻ പറ്റും. ഓൺലി വിന്നേഴ്സ് മാത്രം കാണിക്കണമെങ്കിൽ ആ വിന്നേഴ്സ് ജസ്റ്റ് സെലക്ട്, അപ്പോൾ വിന്നേഴ്സിനെ മാത്രം ഫിൽട്ടർ ചെയ്ത് കാണിക്കും. ജസ്റ്റ് ടിക്ക് അൺസെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഡേറ്റ കാണിക്കാം. ജസ്റ്റ് ആ ഓരോ ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിനനുസരിച്ച് അത് ഫിൽട്ടർ ചെയ്ത് വളരെ ഈസിയാണ്. ഇത് എക്സിസ്റ്റിംഗ് MP ലിസ്റ്റ്, അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി, ഈ ലിസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന അസംബ്ലി മണ്ഡലങ്ങളും അവിടുത്തെ ഇപ്പോഴത്തെ MLAസിനെയും കാണിക്കും. അവരുടെ പാർട്ടി, അവരുടെ അലയൻസ്, അതൊക്കെ കാണിക്കും.
ഓരോ പാർലമെൻറ്റ് മണ്ഡലവും ഇൻക്ലൂഡ് ചെയ്യുന്ന അസംബ്ലി മണ്ഡലങ്ങൾ. ആ പർട്ടിക്കുലർ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഉള്ള കാൻഡിഡേറ്റ്സ്, ഇപ്രാവശ്യം മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ പേര്, 3 പ്രധാന പാർട്ടികളിലേതും പേരുകൾ കാണാൻ പറ്റും. അങ്ങനെ 20 പാർലമെൻറ്റ് മണ്ഡലത്തിലെയും അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണ് അത് ഈസി ആയിട്ട് ഫിൽറ്റർ ചെയ്ത് എടുക്കാം. ഇത് ഇപ്പോൾ ഉള്ള നമ്മുടെ അസംബ്ലി 140 മണ്ഡലങ്ങളിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന MLAസിൻ്റെ പേരുകൾ, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അവരുടെ പാർട്ടി, അവരുടെ അലയൻസ് എന്നിവ സ്ക്രോൾ ചെയ്ത് ഈസി ആയിട്ട് ഫിൽറ്റർ ചെയ്ത് ജസ്റ്റ് ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നതോടുകൂടി അത് ഫിൽറ്റർ ചെയ്ത് വരും. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. ഇപ്പോൾ മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സിൽ എക്സിസ്റ്റിംഗ് MPs ഓർ MLAs ഉണ്ടെങ്കിൽ അവരുടെ പേരുകൾ കാണിക്കുന്ന സ്ക്രീനാണിത്. അങ്ങനെ 16 കാൻഡിഡേറ്റ്സ് ഓൾറെഡി MPsോ MLAsോ ആയിട്ടുള്ളതുകൊണ്ട് ഈ ഇലക്ഷനിൽ മത്സരിച്ചവരുണ്ട്. ഇത് ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യണം, എന്ത് ക്ലിക്ക് ചെയ്താൽ ഓരോ സ്ക്രീന് 5 സ്ക്രീനുണ്ട്. ഒന്ന് മെയിൻ ഇലക്ഷൻ സ്ക്രീൻ, പാർലമെൻറ്റ് എക്സിസ്റ്റിംഗ് MPs,